തെയ്യംകെട്ട് മഹോത്സവത്തിനൊരുങ്ങി ബാത്തൂർ കഴകം പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനം. ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് നാടിന് ഉത്സവമായി. ബാത്തൂർ കഴകം പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം പനത്തടി പാണ്ഡ്യാലക്കാവ് ദുർഗാഭഗവതി ക്ഷേത്രത്തിന് സമീപം കോവിലകം വയലിൽ നടന്നു. രാജപുരം പോലീസ് പ്രിൻസിപ്പൽ ഇൻസ്പെക്ടർ പ്രദീപൻ കുമാർ സി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ, ട്രഷറർ മനോജ് പുല്ലുമല, ടി പി ശശികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ വിൻസെന്റ്, രാധാ സുകുമാരൻ, കൃഷി ഓഫീസർ അരുൺ ജോസ്, സുകുമാരൻ, വി വി കുമാരൻ, ഉണ്ണികൃഷ്ണൻ, കെ എം രാഘവൻ, പ്രശാന്ത് താനത്തിങ്കാൽ, രാഘവൻ അരിയത്തടൽ, രാജേഷ്, ഗീത ഗംഗാധരൻ, മാധവി, ശശികല, കുസുമം എന്നിവർ സംസാരിച്ചു. 120 വർഷത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും കൂടി ഇടപെടലുണ്ട്. ഇതിൽ കൃഷിക്കാരുടെ ഇടപെടലുണ്ട്, നാട്ടുകാരുടെ ഇടപെടലുണ്ട്. എല്ലാ ജാതി മത വ്യവസ്ഥയിൽപ്പെട്ട എല്ലാ ആളുകളും യോജിച്ചുകൊണ്ട് നാടിൻ്റെ ഒരു മഹോത്സവമായി നടത്തുന്നതാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം. അപ്പോൾ അതിന് പ്രധാനമായും ചെയ്യുന്ന നെൽകൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും മറ്റെല്ലാം ഇവിടുത്തെ ഭക്തജനങ്ങൾ ആ മണ്ണിലിറങ്ങി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ്. മാർച്ച് 21, 22, 23 തീയതികളിലാണ് തെയ്യംകെട്ട് മഹോത്സവം നടക്കുക.